ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും, ഇന്നലെ ഞങ്ങൾ മണാലിയിൽ നിന്ന് സിസുവിലേക്ക് ചെയ്ത യാത്രയുടെ വിശേഷങ്ങളായിരുന്നു, അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ. ഇനി അവിടുന്ന് ഞങ്ങൾ നേരെ സൊളാങ് വാലിയിലേക്കാണ് വന്നത്. നമുക്ക് സൊളാങ് വാലിയിലത്തെ കാഴ്ചകൾ കാണാം. 28 കിലോമീറ്ററാണ് സിസു വാലിയിൽ നിന്ന് സൊളാങ് വാലിയിലേക്കുള്ളത്. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന മലയുടെ മുകളിലാണ് ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ വീടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ധാരാളം വീടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എണ്ണത്തിൽ കുറവാണ്, പിന്നെ ഈ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാൽ അവർക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സിസു വാലിയിൽ നിന്ന് 15 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മളിതേ ഐക്കോണിക്കായ അടൽ ടണലിൻ്റെ മുമ്പിലെത്തി. ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് അടൽ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. നാഷണൽ ഹൈവേ 3 നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ടണൽ. 9.02 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെയുള്ള നീളം. 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ടണൽ ഉദ്ഘാടനം ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്നും 10,171 അടി മുകളിലായിട്ടാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. മണാലിയിൽ നിന്ന് കേലോങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കാൻ ഈ ടണലിൻ്റെ കൺസ്ട്രക്ഷനും കൊണ്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങളത് 9.02 കിലോമീറ്റർ സഞ്ചരിച്ച് അടൽ ടണലിൽ നിന്ന് പുറത്തു വന്നു. വരുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞ് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ സൊളാങ് വാലി എത്താറായി. അപ്പോൾ ഇവിടുന്ന് 27 കിലോമീറ്ററാണ് റോത്താങ് പാസിലേക്കുള്ള ദൂരം. പക്ഷേ നിർഭാഗ്യവശാൽ മഞ്ഞ് വീഴ്ച കാരണം റോത്താങ് പാസിലേക്കുള്ള റോഡ് അടച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് റോത്താങ് പാസിലേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സൊളാങ് വാലിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു സൈഡ് മുഴുവൻ മഞ്ഞുമലയാണ്. ഇപ്പം മലയുടെ താഴെ ബിയാസ് റിവർ ഒഴുകുന്നുണ്ട്. ബിയാസ് റിവറൊക്കെ ഏതാണ്ട് മഞ്ഞ് പാളി പോലെ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളമുണ്ട്. ഇതിൻ്റെ നേരെ ബിയാസ് റിവറിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ മഞ്ഞൊന്നും ഇല്ലാണ്ട് അവിടെ ഇവിടെ മാത്രം കുറച്ച് മഞ്ഞുള്ള മല കാണാൻ പറ്റും. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ടെറൈനായിട്ടാണ് നമുക്ക് ഈ മലകൾ കാണുമ്പോൾ തോന്നുക. നേരത്തെ പറഞ്ഞ മാതിരി ഡ്രസ്സ് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് സൊളാങ് വാലിയിലും കുറച്ച് സ്നോ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിനി അതിന് വേണ്ടി പോവുകയാണേ. അപ്പം ഞങ്ങൾ സ്കീയിങ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കീയിങ് ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഹനിയാണ് ആദ്യമായിട്ട് സ്കീയിങ് ചെയ്തത്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മഞ്ഞാണേ. അങ്ങനെ വൈറ്റ് കളർ കാണാത്തത് കുറച്ച് അഴുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. മുഴുവൻ മഞ്ഞാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ തെന്നി പോകുന്നുണ്ട്. ഓൾറെഡി അതിന് എക്യുപ്ഡ് ആയിട്ടുള്ള ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നിട്ടും നല്ലോണം തെന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹനീൻ്റെ സ്കീയിങ് ആക്ടിവിറ്റിയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹനീൻ്റെ കുറച്ച് സ്കീയിങ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണമെന്നുള്ളത്. ഞങ്ങൾ ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പല പോസിൽ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. എന്തായാലും ഹനിയുടെ സ്കീയിങ് കഴിയുമ്പോൾ അടുത്തത് എൻ്റെ ടേൺ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ത് ചെയ്തു. പിന്നെ വികാസ് സാറും നിഞ്ചേച്ചിയും വേദുവും എല്ലാവരും സ്കീയിങ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെയ്തത് ട്യൂബ് സ്ലൈഡിങ് ആയിരുന്നേ. ഒരു ഇങ്ങനെ ചെറിയ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് അവർ ഒരു ട്യൂബിൽ നമ്മളെ ഇരുത്തിയിട്ട് താഴത്തേക്ക് തള്ളിവിടും. പക്ഷേ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് സമയം മഞ്ഞിലൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ മഞ്ഞൊക്കെ നമുക്കിങ്ങനെ കയ്യിൽ വാരിയെടുക്കാൻ പാകത്തിന് നിറയെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് നല്ല കട്ടിയായ ഉറച്ച ഐസ് പോലെ ഇരിക്കുന്ന മഞ്ഞു പാളികളും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനിക്ക് നല്ലോണം തണുത്ത് തുടങ്ങി കേട്ടോ. ഹനിയുടെ
ആദ്യം ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റൊക്കെ ഇത്തിരി കുറഞ്ഞു മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പോൾ ആ പുറകിൽ കാണുന്നത് ബിയാസ് റിവറാണ്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ പോയിട്ട് ആണ് നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് സ്നോ എൻജോയ് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങളിതേ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി മുകളിൽ കയറി വണ്ടിയിൽ കയറി കുറച്ച് ദൂരം പോയിട്ട് അടൽ ടണലിൻ്റെ സൈഡിൽ കൂടെ വേണം ബിയാസ് റിവറിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി പോവുകയാണേ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടൽ ടണലിൻ്റെ മുമ്പിൽ കൂടിയുള്ള ബ്രിഡ്ജിൽ കൂടെ നടക്കുകയാണ് നെക്സ്റ്റ് സൈഡിൽ പോകാൻ വേണ്ടിയിട്ട്. ആ നിറയെ മഞ്ഞ് വീണ് കിടക്കുന്ന മൗണ്ടൻസ് കണ്ടില്ലേ, അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രിഡ്ജിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ ആ ഗ്രീൻ കളർ റൂഫ് കാണുന്നത് മണാലിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള അടൽ ടണലിൻ്റെ എക്സിറ്റാണ്. നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഭാഗം മുഴുവൻ മഞ്ഞ് വീണ പർവ്വതങ്ങളും ഒരു ഭാഗം മുഴുവൻ മഞ്ഞില്ലാണ്ടെയും വളരെ സീനിക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ മഞ്ഞ് വീണിട്ട് ഫോം ചെയ്ത കുഞ്ഞു കുഞ്ഞു മലകളാണ്. അത്രയും ഹാർഡായിട്ടായിരിക്കണേ. ഇത് അടൽ ടണലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകേണ്ടത്. ഇതാണ് താഴോട്ട് ഇറങ്ങാനുള്ള വഴി. ഇവിടെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സും പിന്നെ ഷൂസ്, ഐ മീൻ വൂളൻ്റെ സോക്സ്, ഗ്ലൗസ് ഇതൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ ഡ്രസ്സ് റെൻറ്റിനെടുത്ത സ്ഥലത്ത് വൂളൻ്റെ സോക്സും ഗ്ലൗസും ഒക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് റെൻറ്റിനല്ല, അത് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കുക തന്നെ വേണം. അപ്പം ഞങ്ങളത് ഓൾറെഡി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇവിടെ എത്തിയപ്പോൾ നല്ലോണം ഹെൽപ്ഫുള്ളായി. നിങ്ങൾ ഇൻ കേസ് പോവുകയാണെങ്കിൽ ഇതൊക്കെ എക്യുപ്ഡ് ആയിട്ട് വേണം പോവാൻ. ഇപ്പം നേരത്തെ നമ്മൾ ഡ്രസ്സ് റെൻറ്റിനെടുത്ത് കണ്ടില്ലേ കടയിൽ നിന്ന്, അതേപോലെ ഇവിടെയും ഡ്രസ്സ് റെൻറ്റിനും വാങ്ങിക്കാനും ഒക്കെ കിട്ടും കേട്ടോ. ഇൻ കേസ് നിങ്ങൾ മണാലിയിൽ നിന്നോ സിസുവിൽ നിന്നോ ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കാൻ മിസ്സാവുകയാണെങ്കിൽ ഇവിടെ നിന്നായാലും വാങ്ങിക്കാം. ഞങ്ങൾ രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ വില ചോദിക്കുമായിരുന്നു എത്രയാണെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളതേ നടന്ന് ബിയാസ് റിവറിൻ്റെ നെക്സ്റ്റ് സൈഡിലെത്താൻ പോവാണേ. അങ്ങനെ ഞങ്ങളതേ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ നമ്മൾ അത്രയും കോഷ്യസ് ആവണം. നിങ്ങൾ എത്ര നല്ല സോളുള്ള ഷൂസ് ഇട്ടാലും തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പറഞ്ഞോട് നടക്കുമ്പോൾ ഞാനൊന്ന് തെന്നി വീണതാണ് ഈ കാണുന്നത്. എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോയി. ഭാഗ്യത്തിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ ഇത്തിരി കയ്യിനും കാലിനൊക്കെ കുറച്ച് പോറുമൊക്കെ ചെയ്തു. ഫോണിനും ഒന്നും പറ്റിയില്ല, പക്ഷേ വീണു. അതുകൊണ്ട് തന്നെ എല്ലാവരും നടക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നടക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഫോണൊക്കെ എടുത്ത് തന്നു. പാവം എന്തായാലും ഹെൽപ്പ് ചെയ്തു. ഇപ്പം നടന്ന് വീഴും എന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്ലൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും ഹനിയും കൂടി സ്ലൈഡ് ചെയ്യാണ്. ആക്ച്വലി നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് സ്ലൈഡ് ചെയ്യുന്നതായിരിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ സ്ലൈഡ് ചെയ്ത് ഫൈനലി താഴെ എത്തി. ഇതാണ് ബിയാസ് റിവറിൻ്റെ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ എത്തുമ്പോഴുള്ള കാഴ്ച. പക്ഷെ എന്തായാലും അത്രയും കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ഇല്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ആ കഷ്ടപ്പാട് സമ്മാനിച്ചത്. ഞങ്ങൾ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്തിരി നേരം വേദുവും ഞങ്ങളൊക്കെ സ്നോയിൽ കളിച്ചു. പക്ഷേ ഹനി കുറച്ച് നല്ലോണം ടയേർഡായിരുന്നു. അപ്പോൾ അത് കാരണം ഹനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനി മൂഞ്ചത്തിൻ്റെ കയ്യിലായി. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിൽ വന്നിട്ട് ഇനി തിരിച്ചു പോവുകയാണേ. തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞല്ലോ റോത്താങ് പാസ് അടച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ റോഡ് അടച്ച കാരണം റോത്താങ് പാസിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് തിരിച്ച് മണാലിയിലേക്ക് പോവാണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അടൽ ടണലിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൂടുതൽ മണാലി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.